തന്നെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവൂ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മൾ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രകൃതി രമണീയതയുടെ ഫ്രഷ്നെസ് നിങ്ങൾക്കും ഫീൽ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ലൈൻസ്. കേരള എഞ്ചിനീയറിംഗിലെ വളരെ പ്രധാനപ്പെട്ട ജോമെട്രി ഭാഗത്തു നിന്ന് ലൈൻസ്, സർക്കിൾസ്, പരാബോള, ഹൈപ്പർബോള, എലിപ്സ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ലൈൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഈ പറഞ്ഞതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് ലൈൻസ്. കുറച്ച് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്തൊക്കെയാണ് ആ കുറച്ച് കാര്യങ്ങൾ, ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? വരൂ പോവാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം, ബേസിക് ഇക്വേഷൻ ഓഫ് ലൈൻ y ഈക്വൽ ടു mx പ്ലസ് c. ഓക്കെ, ഇതാണ് ഒരു ലൈനിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ m എന്ന് പറയുന്നതാണ് സ്ലോപ്പ്, y എന്ന് പറയുന്നത് y കോർഡിനേറ്റ്, x എന്ന് പറയുന്നത് x, c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതെന്താണ് ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ഗ്രാഫ് നമ്മൾ വരച്ചാൽ ഒരു ലൈൻ അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് c ആണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന തീറ്റ, ടാൻ തീറ്റയാണ് m. ഓക്കെ, ഇനി c എന്താണ്? ഈ പോയിന്റ് ആണ് c. x 0 ആകുമ്പോൾ y യുടെ വാല്യൂ ആണ് c. ഓ, വീഡിയോയിൽ വന്നിട്ടില്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇത്രയുമാണ്, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത പോയിന്റ്, ഇത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് കണക്കാക്കിക്കോളൂ. രണ്ടാമത്തെ പോയിന്റ് പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ ലെങ്ത് ഈക്വൽ ആയിരിക്കും, സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഒരാളുടെ സ്ലോപ്പ് m1 ഉം അടുത്ത ആളുടെ സ്ലോപ്പ് m2 ആണെങ്കിൽ m1 ഈക്വൽ ടു m2 ആയിരിക്കും. അതാണ് പാരലലിന്റെ കണ്ടീഷൻ. മൂന്നാമത്തെ കേസ് പെർപെൻഡിക്കുലാരിറ്റി. ഇങ്ങനെയാണെങ്കിൽ m1 m2 ഈക്വൽ ടു -1. ഇതാണ് പെർപെൻഡിക്കുലാരിറ്റിയുടെ കണ്ടീഷൻ. സ്ലോപ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ -1. ഇത് മൂന്നും അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. പിന്നെ രണ്ട് പോയിന്റ് തന്നാൽ ഇക്വേഷൻ കണ്ടെത്താൻ അറിയണം. ഫോർ എക്സാമ്പിൾ 2,3, 5,6, ഈ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്തണം. എന്ത് ചെയ്താൽ മതി? ഇവിടെ x1 എന്ന് പറയുന്നത് ഇതാണ്, y1 എന്ന് പറയുന്നത് ഇതാണ്, x2 ഇത്, y2 ഇത്. അങ്ങനെയാണെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y minus y1 equal to y2 minus y1 divided by x2 minus x1 into x minus x1. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ y minus y1 ആയിട്ട് നമ്മൾ 3, y minus 3 equal to y2 minus y1, അതായത് 6 minus 3 divided by 5 minus 2, 3 divided by 3, അതായത് 1, സ്ലോപ്പ് 1 into അടുത്ത ഏതാ? കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്ത എന്താ? x minus x1 2. അപ്പോൾ y minus 3 equal to x minus 2, അതായത് y equal to x plus 1. ഇതാണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, അതെങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് എന്നും നോക്കാം. ഓക്കെ, അപ്പോൾ 2020 നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. ഏറ്റവും അടുത്തത് ആദ്യം എന്നുള്ള സ്ട്രാറ്റജിയിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ മാക്സിമം കൂടെ പിടിച്ചോളൂ, കൂടെ വർക്ക് ചെയ്ത് വന്നോളൂ. കാരണം ആരും നമുക്ക് ഒന്നും തന്നെ കൊണ്ടുതരൂല. നമ്മൾ തന്നെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. ഞാനിപ്പോൾ വിചാരിച്ച എൻ്റെ ചാനലിന് 1000 സബ്സ്ക്രൈബർ ആരെങ്കിലും കൊണ്ടുതരുമോ? ഇല്ല. 10,000 കൊണ്ടുതരുമോ? ഇല്ല. നമ്മൾ തന്നെ വീഡിയോസ് ഇട്ട് ഉഴച്ച് വർക്ക് ചെയ്ത്, ഉഴച്ച് എന്നുള്ള തമിഴ് വാക്കാണ്. വിജയ് എന്നെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിച്ചത്. വർക്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയുള്ളൂ, അല്ലാതെ വെറുതെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വരൂ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം, ഒരുമിച്ച് ടീമിനെ തളയ്ക്കാം. അപ്പോൾ ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്.
The equation of the line passing through the point -3,7 with the slope equal to 0 എന്നാണ് ചോദ്യം. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? y minus y1 equal to y2 minus y1 by x2 minus x1. അതാണ് എന്ത്? സ്ലോപ്പ്. അപ്പോൾ അതിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. y minus y1 equal to 0 into something എന്ത് വന്നാലും അത് 0 തന്നെയാണ്. അപ്പോൾ y equal to y1. ഇവിടെ y1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 7. y equal to 7. അതാണ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ച കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ y minus y1 equal to y2 minus y1 by x2 minus x1 into x minus x1. ഇതിലെ ഈ പാർട്ട് ഇതാണ് സ്ലോപ്പ്. m എന്ന് പറയുന്ന സ്ലോപ്പ് ഇവിടെ y2 minus y1 by x2 minus x1 ആണ്. ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഖതം ഹുവാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഇടുമ്പോൾ എന്ത് ചെയ്യുക? സ്ക്രീൻ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് തനിയെ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം സൊല്യൂഷനിലേക്ക് വരിക. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അടുത്തത് ദ ലൈൻ y equal to mx plus 2 intersects the parabola y equal to ax square plus 5x minus 2y 1,5. Then the value of a plus m equal to. അപ്പോൾ y equal to mx plus 2 y equal to ax square plus 5x minus 2 നെ ഇന്റർസെക്റ്റ് ചെയ്യും. അറ്റ് ഏത് പോയിന്റ്? 1,5. ഈ 1,5 നമുക്ക് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 5 equal to m plus 2 എന്ന് കിട്ടി. അപ്പോൾ m എത്രയായി? m 3 ആയി. ശരി, 1,5 എടുത്ത് അതിനകത്തോട്ട് തട്ടി കൊടുത്താൽ 5 equal to a plus 5 minus 2 a equal to 2 എന്ന് കിട്ടി. എന്താ നമുക്ക് വേണ്ടത്? a plus m 3 plus 2 ആൻസർ 5. സിമ്പിൾ അല്ലേ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താവുന്ന ഒരു ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം. If the points 7,5, a, 2a, 12,30 are collinear, then the value of a is. ഇത് ലൈൻസിലെ ഒരു ചോദ്യമാണെങ്കിൽ കൂടി ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ 7,5 ഉണ്ട്, a, 2a ഉണ്ട്, 12,30 ഉണ്ട്. ഓക്കെ, നമുക്ക് 7,5 12,30 തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കാം. ഇതൊരു ലൈൻ ആണെങ്കിൽ ഉള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ y minus y1 y minus 5 equal to y2 minus y1 25 by x2 minus x1 5 into x minus x1. അപ്പോൾ y minus 5 equal to 5x minus 35. ഓക്കെ, ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ കണ്ടിന്യൂ. y minus 5 equal to 5x minus 35. അപ്പോൾ ഇതെന്ത് വന്നു? y equal to 5x minus 30 അല്ലേ? minus 35 plus 5. അപ്പോൾ ഈ ലൈൻ ഇത് കൊളിനിയർ ആണ് എന്ന് പറയുമ്പോൾ ഈ ലൈനിലെ പോയിന്റ് ആയിരിക്കണം ആര്? a, 2a. അപ്പോൾ y യുടെ സ്ഥാനത്ത് 2a equal to x ന്റെ സ്ഥാനത്ത് a, അതായത് 5a minus 30. അപ്പോൾ 30 equal to 3a, a equal to 10. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ട്രയാങ്കിളിന്റെ ഏരിയ എടുത്ത് ഇൻറ്റു 0 ആക്കാം. അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് പറഞ്ഞുതരാം. ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേസിക് ലൈനിന്റെ ഇക്വേഷൻ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താൻ ആദ്യം എക്സ് കോർഡിനേറ്റ്സ് എല്ലാം താഴോട്ട് എഴുതാം. 7 a 12 7 ഒന്നും കൂടെ എഴുതാം. ഇനി y കോർഡിനേറ്റ്സ് എല്ലാം ഒന്നും കൂടെ എഴുതാം. 5 2a 30 ആദ്യത്തേത് 5 ഒന്നും കൂടെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവന്മാരെയൊക്കെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 7 into 2a 14a, a into 30 plus 30a, ഓക്കെ, പ്ലസ് 12 into 5 plus 60. ഇത് 3 equal to ഇടുക. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5a plus 24x plus 210. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇവിടെ 29a, ഇവിടെ 14
15a ഈക്വൽ ടു 150 എന്ന് കിട്ടും. a ഈക്വൽ ടു വീണ്ടും 10 അവിടെ ഉണ്ട്. a ഈക്വൽ ടു 10. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഈ രീതിയും അറിഞ്ഞിരിക്കാം. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിലുള്ള എക്സ് കോർഡിനേറ്റ്സ് എല്ലാം താഴോട്ട് എഴുതുക. ഒരു തവണ ആദ്യത്തേത് ഒന്നുകൂടെ എഴുതുക. വൈ കോർഡിനേറ്റ്സ് എല്ലാം എഴുതുക. ഒരു തവണ ആദ്യത്തേത് ഒന്നുകൂടെ എഴുതുക. താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സൈഡിൽ എഴുതുക. ഈക്വൽ ടു ഇട്ടിട്ട് താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത സൈഡിൽ എഴുതുക. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞ തിയറി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇഫ് ദി സ്ട്രെയിറ്റ് ലൈൻസ് 4x plus 6y equal to 5 and 6x plus ky equal to 3 are parallel, then the value of a is. പാരലൽ ആണെന്നുള്ള കണ്ടീഷൻ എന്താ? സ്ലോപ്പുകൾ ഈക്വൽ ആണ്. ആദ്യത്തെ സ്ലോപ്പ് എത്ര? 4x plus 6y equal to 5. ഇതിനെ y equal to mx plus c ആക്കണം. അപ്പോൾ 6y equal to minus 4x plus 5. അപ്പോൾ y equal to minus 4/6x plus 5/6. സ്ലോപ്പ് എത്ര? minus 4/6. y equal to mx plus c ആണ്. അപ്പോൾ minus 4/6 കിട്ടി. ഇനി അടുത്ത ലൈൻ ഏതാ? 6x plus ky equal to 3. അപ്പോൾ ഇത് എഴുതിയാൽ y equal to minus 6/kx plus 3/k എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ സ്ലോപ്പ് എത്ര? minus 6/k. minus 6/k എന്തിന് ഇക്വലന്റ് ആയിരിക്കണം? minus 4/6 ന് ഇക്വലന്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ 6/k equal to 4/6. 36/9 ആൻസർ 36/4 ആൻസർ k equal to 9. ഇത്രയേ ഉള്ളൂ. k equal to 9 ആണ് ബോർഡിലുണ്ട്. k equal to 9. ശരി, ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്. പക്ക. ഇത് എൻ്റെ അനിയത്തി എഴുതിയ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് ആൻസർ ഒക്കെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9 ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ആൻസർ അവിടെ എഴുതിയാണ്, അതെ, പിന്നെ ആൻസർക്ക് നോക്കിയതല്ല. അപ്പോൾ ഓക്കെ, അടുത്ത ചോദ്യം. If a, 2 is the point of intersection of straight lines y equal to 2x minus 4 and y equal to x plus 6, then the value of c is y equal to 2x minus 4 ഒന്നാമത്തെ ലൈൻ. രണ്ടാമത്തെ ലൈൻ y equal to x plus c. രണ്ടാമത്തെ ലൈൻ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് a, 2 എന്ന് പറയുന്നത്. അതിനർത്ഥം ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ y രണ്ട് സെയിം ആയിരിക്കുമല്ലോ. അതായത് 2x minus 4 equal to x plus c എന്ന് എഴുതാമല്ലോ. y രണ്ട് സെയിം ആയ സ്ഥിതിക്ക് അപ്പോൾ x എന്ത് വരും? x equal to 4 plus c എന്ന് വരും. x എത്രയാണ് ഇവിടെ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ a, 2 ആണ്. x a ആണ്. അപ്പോൾ a equal to 4 plus c. c equal to a minus 4 എന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ വേണ്ടത്? c യുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യാം? y യുടെ സ്ഥാനത്ത് 2 ആണ്. സോറി, ഇവിടെ ഇട്ട് കൊടുക്കാം. y യുടെ സ്ഥാനത്ത് 2 ആണ്. 2 equal to x. x ന്റെ സ്ഥാനത്ത് a ആണ്. a യുടെ സ്ഥാനത്ത് ആരെ കൊടുക്കാം? c plus 4 നെ കൊടുക്കാം. c plus 4 plus c. അപ്പോൾ 2c. അപ്പോൾ c equal to minus 2/2. c equal to minus 1. ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. നമുക്കിപ്പോൾ ധൃതിയൊന്നുമില്ലല്ലോ, അതൊക്കെ കണ്ടുപോയാൽ പോരെ. നിങ്ങൾ കൂടുതൽ നേരം കാണുമ്പോൾ എനിക്ക് കൂടുതൽ വാച്ച് അവേഴ്സ് കിട്ടും. അതുകൊണ്ട് മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കാം. നമുക്ക് ലാഭം വേണ്ടേ? അപ്പോൾ y equal to 2x minus 4 ഉം y equal to x plus c. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? y-കളെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ x minus 2x minus 4 equal to x plus c. അതിൽ നിന്ന് c equal to a minus 4 അല്ലെങ്കിൽ a equal to c plus 4 എന്ന് കണ്ടെത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ എടുത്ത് ഈ ഇക്വേഷനിൽ കൊണ്ട് തട്ടി y യുടെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തു. കാരണം ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ a, 2 ആണ്. അപ്പോൾ 2 equal to x. x ന്റെ സ്ഥാനത്ത് a ഇട്ട് കൊടുത്തു. പ്ലസ് c. y equal to, അതായത് 2 equal to x ന്റെ സ്ഥാനത്ത് a ആണ്. a plus c. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചു a equal to c plus 4. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2c plus 4. അങ്ങനെ c equal to minus 1. സിമ്പിൾ അല്ലേ? വേറെ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ബോക്സിലേക്ക് ഇട്ടു. അത് ബാക്കിയുള്ളവർക്കും നിങ്ങൾക്കും എല്ലാം തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയയാണ് വന്നത്. വേറെ ഇപ്പോൾ y നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ x equal to y plus 4/2. അപ്പോൾ y plus 4/2
ഈക്വൽ ടു ഇവിടെ x എന്താണ് y മൈനസ് c y യുടെ പാർട്ട് ഏതാ 2 അപ്പോൾ 2 പ്ലസ് 4 ബൈ 2 ഈക്വൽ ടു 2 മൈനസ് 3 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 6 6 ബൈ 2 3 ഈക്വൽ ടു 2 മൈനസ് 3 c ഈക്വൽ ടു മൈനസ് 1 അപ്പോൾ x ഇക്വേറ്റ് ചെയ്താൽ ഡയറക്റ്റ് കിട്ടും y ഇക്വേറ്റ് ചെയ്താൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് കിട്ടും ഓക്കേ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ ഗൈസ് ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ് ലൈൻസ് എന്നുള്ള ടോപ്പിക്കിലെ അവസാനത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുന്നു ചോദ്യം ഇതാണ് ദി ഇമേജ് ഓഫ് ദി പോയിന്റ് P 2,1 with respect to the line 2x minus 3y plus 1 equal to 0 ഇമേജ് എന്താണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി ഒരു സംശയം വരേണ്ടതാണ് എന്താണ് ഈ ഇമേജ് സപ്പോസ് ഒരു ലൈൻ ഉണ്ട് ഓക്കെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം ഈ പോയിന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നമ്മൾ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വര വരയ്ക്കും എന്നിട്ട് ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും ഡിസ്റ്റൻസ് താഴെ പോയിട്ട് ഈ പോയിന്റ് എടുക്കും ഇതാണ് ഈ ഒരു പോയിന്റിന്റെ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ ഇനി ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ട് ടേം ഉണ്ട് എന്താണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഇതാണ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത് ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ഇതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഇത് ഇമേജ് ഇത് പോയിന്റ് ഇനി ഇതൊക്കെ അറിഞ്ഞിട്ട് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയണ്ടേ അതിനായിട്ടാണ് നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഒരു ട്രിക്ക് ഉള്ളത് ഇത് വലിയ വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ലക്ഷങ്ങൾ വിടുന്ന ആൾക്കാർ പഠിക്കുന്ന ട്രിക്കാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചിരിക്കാം സപ്പോസ് ഈ പോയിന്റ് x1, y1 എന്ന് വിചാരിക്കാം ഈ പോയിന്റ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ h, k ആണ് എന്ന് വിചാരിക്കാം ആദ്യം ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ എഴുതുന്നത് ഓക്കെ അപ്പോൾ ഫോർമുല എന്താണ് ഈ ലൈനിന്റെ ഇക്വേഷൻ ax plus by plus c equal to 0 ആണ് എന്നും വിചാരിക്കാം അപ്പോൾ ഫോർമുലയിലേക്ക് പോകാം h minus x1 divided by a equal to okay h minus x1 by a equal to k minus y1 by b equal to തരുന്നില്ല ഇത് രണ്ടും എന്തിന് ഈക്വൽ ആണ് ഈക്വൽ ടു ബാക്കി താഴെ എഴുതാണ് മൈനസ് ഓഫ് a x1 പ്ലസ് b y1 പ്ലസ് c മൈനസ് ബ്രാക്കറ്റിലാണ് അല്ല ബ്രാക്കറ്റിന്റെ മൊത്തത്തിലാണ് മൈനസ് ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലറിന്റെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇനി ഇമേജ് ആവുമ്പോൾ എന്ത് വ്യത്യാസം വരും ഒരു വ്യത്യാസം വരില്ല ഇവിടെ ഒരു 2 കൂടെ വരും -2 എന്നാണ് ഇമേജ് ആണെങ്കിൽ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ആണെങ്കിൽ വെറുതെ മൈനസ് അപ്പോൾ ഓർത്തിരിക്കുക ഇത് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് യെസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദി ഇമേജ് ഓഫ് 2,1 വിത്ത് റെസ്പെക്ട് ടു 2x 3y 1 0 അപ്പോൾ ഇവിടെ നമ്മുടെ x1 equal to 2 y1 equal to 1 a equal to 2 b equal to -3 c equal to 1 ഇതെടുത്ത് നമ്മൾ അതിനകത്തോട്ട് തട്ടി കൊടുത്താൽ ഇതെടുത്ത് അതിനകത്തോട്ട് സപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ ആയി അപ്പോൾ എന്താണ് h -2 divided by 2 equal to k -1 divided by -3 equal to -2 into ax അതായത് 2 into 2 4 plus by -3 into 1 -3 plus c plus 1 divided by a square plus b square 4 plus 9 13 okay അപ്പോൾ ഇതിൽ നിന്ന് h ഉം k കണ്ടുപിടിച്ചൂടെ ഇത് എത്ര വരും 4 plus 1 5 minus 3 2 into -2 -4 ഇവിടെ
ഇതിനകത്ത് എഴുതാം -4 by 13. ഓക്കെ, അങ്ങനെയാണെങ്കിൽ h എന്ത് വരും? h ഈക്വൽ ടു -8 by 13 plus 2. 26 minus 8 by 13. അതായത് 18 by 13. h ഓക്കെ. k എന്ത് വരും? 12 by 13 plus 1. അതായത് 25 by 13. കാൽക്കുലേഷൻസ് ഫാസ്റ്റ് ആയിരിക്കണം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കീം എഴുതാൻ. കൊല്ലാൻ വേണ്ടി പോകണം. എന്ത് ചെയ്യാൻ വേണ്ടി പോകണം? കൊല്ലാൻ വേണ്ടി പോകണം. എന്നാൽ മാത്രമേ നമുക്ക് അടിച്ചൊതുക്കിയെങ്കിലും വരാൻ പറ്റൂ. ആരാരെ അടിച്ചൊതുക്കണം എന്നുള്ളത് എക്സാമിൻ്റെ അന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ് കില്ലർ ആറ്റിറ്റ്യൂഡാണ്. എല്ലാ ക്വസ്റ്റ്യനും വളരെ പെട്ടെന്ന് പടയെന്ന് ചെയ്യാനുള്ള ഒരു ആർജവത്തോടെ വേണം നമ്മൾ പോകാൻ, അല്ലാതെ പിന്നെ പഴയതിനായിട്ട് പോകരുത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ കാണും. ഈ ഒരു കോഡും സെറ്റപ്പ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാനാണ് നമ്മുടെ തീരുമാനം. നമുക്ക് അടുത്ത് ബൈനോമിയൽ തിയറം വല്ലതും നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.